ഇനി നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് നോക്കാം. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസിഷൻ മെത്തേഡ്സ് എന്ന് പറയും. അത് ഗ്രൂപ്പ് 3 to 12 ആണുള്ളത്. ദെൻ അത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ n-1d 1 to 10. ആ ഇലക്ട്രോൺ ഡി ഓർബിറ്റിൽ ഉണ്ടാവുക 1 മുതൽ 10 വരെയുള്ളതിന്റെ ഇടയ്ക്കായിരിക്കും. ദെൻ n-1 2 എസ് ബ്ലോക്കിന് 1 or 2 ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതായത് നമുക്ക് ഇപ്പൊ ഒരു ഓർബിറ്റ് 5 ഓർബിറ്റ് ഉള്ളതാണെങ്കിൽ അതിന്റെ ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് 5 - 1 which is 4. അപ്പൊ ഡി എന്ന് പറയുന്നത് 4 ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ. ദെൻ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിന് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഹൈ ആണ്. സിമിലർ എസ് ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് അതിന്റെ മെറ്റാലിക് പ്രോപ്പർട്ടി ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്. പിന്നെ അതിന്റെ അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് ഡിക്രീസ് ആവും, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇൻക്രീസ് ആവും. ഓക്കെ. അതായത് കണ്ടിന്യൂസ് ഡിക്രീസ് അല്ല. ഒരു റോ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് റോ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ഡിക്രീസ് ആവും, പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് ഇൻക്രീസ് ആവും. അങ്ങനെയാണ് അത് പോകുന്നത്. ഓക്കെ. ദെൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ these properties shown only by transition elements. ഈ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി നമുക്ക് എസ് ബ്ലോക്കിനോ പി ബ്ലോക്കിനോ ഒന്നുമില്ല. ഈ ഒരു ഡി ബ്ലോക്കിന് മാത്രമാണുള്ളത്. ട്രാൻസിഷൻ എലമെന്റ്സിന് മാത്രമാണുള്ളത്. ഓക്കെ. അത് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ വാരിയബിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഇതിന്റെ എലമെന്റ്സിൽ ചിലത് പാരാമാഗ്നറ്റിക്കും ചിലത് ഡയാമാഗ്നറ്റിക് ആണ്. കുറച്ച് എലമെന്റ്സ് പാരാമാഗ്നറ്റിക് ആണ്, കുറച്ച് എലമെന്റ്സ് ഡയാമാഗ്നറ്റിക് ആണ്. പിന്നെ അയൺസും കോമ്പൗണ്ട്സും എല്ലാം കളേഴ്സ് ഉണ്ട്. കളർ ഇല്ലാത്ത എലമെന്റ്സ് ഇല്ല, എല്ലാം കളറുള്ള എലമെന്റ്സ് ആണ് ഉള്ളത്. അതിന്റെ അയൺസും കോമ്പൗണ്ട്സും ഒക്കെ കളേഴ്സ് ഉണ്ട്. പിന്നെ അത് എലോയ് ആൻഡ് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്സ് ഫോർമേഷൻ. അപ്പൊ അതിനകത്ത് നമുക്ക് എലോയ് ഉണ്ട്, ബ്രാസ് ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ സിൽവർ, ഗോൾഡ് ഒക്കെ അതിനകത്തുണ്ട് ഡി ബ്ലോക്ക്. അപ്പോൾ അവിടെയുള്ള എലോയും ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്സും ഒക്കെ ഫോർമേഷന് ഇത് പറ്റും. അതുകൊണ്ട് അത് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്കിന് മാത്രമുള്ളതാണ്. പിന്നെ അത് കോംപ്ലക്സ് ഫോർമേഷൻ ആണ്. കോംപ്ലക്സ് ആയിരിക്കും എന്ന് വെച്ചാൽ പല ടൈപ്സ് ഓഫ് ഫോർമേഷൻ ആയിരിക്കും അതിന് ഉണ്ടാവുന്നത്. കാരണം അതിന്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ഓർബിറ്റിലുള്ളത് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് എടുക്കാനും കൊടുക്കാനും പറ്റും. ഓക്കെ. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ടാവും പോലെ. പിന്നെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ് ആണ് അതിനാണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റിന്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ട്, പിന്നെ ഒരെണ്ണമുള്ളതാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ആ രണ്ടെണ്ണമാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ട്രാൻസിഷൻ എലമെന്റ്സിലെ. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് പറയുന്നത് കളർ എന്ന് പറയുന്നത് ഓറഞ്ച്, റെഡ്, പ്രിസ്മാറ്റിക് ക്രിസ്റ്റൽസ് ആയിട്ടായിരിക്കും. സോളിഡ് ഫോമിലെ ക്രിസ്റ്റൽസ് ആയിട്ടായിരിക്കും അതുണ്ടാവുക. ഓറഞ്ച്, റെഡ് കളറാണ് അതിനുള്ളത്. അത് കോൾഡ് വാട്ടറിൽ സൊല്യൂബിൾ ആവും. ഹോട്ട് വാട്ടറിൽ മോഡറേറ്റ്ലി സോൾബിൾ, ചെറുതായിട്ടൊന്ന് സൊല്യൂബിൾ ആവുകയുള്ളൂ നോർമൽ കോൾഡ് വാട്ടറിൽ. ഹോട്ട് വാട്ടറിൽ അത് കംപ്ലീറ്റ് സൊല്യൂബിൾ ആവും. ആൽക്കഹോളിൽ അത് ഇൻസൊല്യൂബിൾ ആണ്, സോൾവ് ആവുകയില്ല. നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഈ ഒരു പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പിന്നെ അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് റെഡ് വേപ്പേഴ്സ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻ പ്രൊഡ്യൂസ് ക്രോമിക് ട്രയോക്സൈഡ് ഓർ കോൾഡ് ക്രോമിക് ആസിഡ്. അത് ഭയങ്കര സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് അല്ല, ഓക്സിഡൈസർ ഏജന്റ് ആണ്. അത് ക്രോമിക് ട്രയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും കെമിക്കൽ റിയാക്ഷനിലൂടെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ അസിഡിക് മീഡിയം ഡൈക്രോമേറ്റ്സ് അയൺ എക്സിസ്റ്റ്. ഓക്കെ. ആ ഒരു അസിഡിക് മീഡിയത്തിലാണെങ്കിൽ ഡൈക്രോമേറ്റ്സിന്റെ അയോൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. അതിന് ആൽക്കലൈൻ മീഡിയത്തിലാണെങ്കിൽ മോണോമെട്രിക് ക്രോമേറ്റ് അയോൺ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് വരുമ്പോൾ അത് നമുക്ക് കിട്ടുന്നത് എവിടുന്നാണെന്ന് വെച്ചാൽ പൈറോസ് ഓർ എന്ന് പറഞ്ഞ ഒരു ഓർ വെച്ചിട്ടാണ് ഇതിന് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. MnO2. ഓക്കെ. അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു മെക്കാനിസം ഒരു മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് KMnO4 ദാറ്റ് ഈസ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കിട്ടുന്നത്. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ വരുന്നത് ഡാർക്ക് പർപ്പിൾ റെഡ്
റോബിക് പ്രിസം ആണ്. പക്ഷെ അതിന് കളർ ഒരു ഡാർക്ക് പർപ്പിൾ റെഡ് ആണ്. പിന്നെ അത് സ്റ്റാൻഡ് സൊല്യൂബിൾ ഇൻ വാട്ടർ, വാട്ടറിൽ ഒക്കെ ചെറുതായിട്ട് സൊല്യൂബിൾ ആവുന്നുള്ളൂ. പിന്നെ അത് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. യൂസസ് വരുന്നത് used as an oxidizing agent, used as a disinfectant and used as a reagent. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ രണ്ട് ടൈപ്സ് ഉണ്ട്. ലണ്ടനോയിഡ്സും ഉണ്ട്, ദെൻ ആക്ടിനോയിഡ്സും ഉണ്ട്. ലണ്ടനോയിഡ്സിൽ വരുന്നത് പറഞ്ഞാൽ അതൊരു ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ഓക്കെ, അത് സിമിലർ പ്രോപ്പർട്ടീസ് ഡ്യൂ ടു സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിന്റെ ഓരോ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ പ്രോപ്പർട്ടീസ് തന്നെയാണ്. ഓൾമോസ്റ്റ് സിമിലർ പ്രോപ്പർട്ടീസ് ആണ്, കാരണം അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും സിമിലർ ആണ്. പിന്നെ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഡി ഓർബിറ്റ് 5 ഡി ഓർബിറ്റ് വരും. മറ്റേ നമുക്ക് ഈ ഡി ബ്ലോക്കിലൊക്കെ വരുന്നത് 4 വരെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഡി ഓർബിറ്റ് 5 ഡി ഓർബിറ്റ് എന്നത് പ്രസന്റ് ആയിരിക്കും. പിന്നെ അതിൽ ലാന്റനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് എന്താണെന്ന് വെച്ചാൽ ഗ്രാജുവൽ ഡിക്രീസ് ഇൻ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയ ഡ്യൂ ടു പോർ ഷീൽഡിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അതായത് ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയയുടെ സൈസ്, ആ ഒരു ആറ്റോമിക് സൈസ് അത് ഡിക്രീസ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 4 ഓഫ് ഇലക്ട്രോൺസിന്റെ പോർ ഷീൽഡിംഗ് എഫക്റ്റ് കുറവായതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഓക്കെ, പിന്നെ ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ 14 എലമെന്റ്സ് ആണ് ഉള്ളത്. അത് അതിന് റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതില് ഇവിടെ എഫ് ബ്ലോക്കില് ഐ മീൻ ലണ്ടനോയിഡ്സിൽ നമുക്ക് ഡി ഓർബിറ്റ് വരുന്നല്ലോ, അതുപോലെ തന്നെ അവിടെ വരുമ്പോൾ ആക്ടിനോയിഡ്സിൽ എഫ് ബ്ലോക്ക് 5F പ്രസന്റ് ആയിരിക്കും. ഇതിനകത്ത് 5F പ്രസന്റ് ആയിരിക്കില്ല ലണ്ടനോയിഡ്സിൽ. അവിടെ ആക്ടിനോയിഡ്സിൽ 5F ഓർബിറ്റൽസ് പ്രസന്റ് ആയിരിക്കും. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അതിനുണ്ടാവുന്നത്. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും ലണ്ടനോയിഡ്സിന്റെയും ആക്ടിനോയിഡ്സിന്റെയും സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടും എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, രണ്ടിനും വാരിയബിൾ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. പിന്നെ കളേർഡ് കോമ്പൗണ്ട് ഒക്കെ കളേർഡ് കോമ്പൗണ്ട്സ് ആണ് അതിനകത്തുള്ളത്. പിന്നെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഡിഫറൻസ് ഉണ്ട്, കാരണം ഒന്നിൽ 5D ആണ്, മറ്റേതിൽ 5F ആണ് വരുന്നത്. പിന്നെ റേഡിയോ ആക്ടിവിറ്റിയിലും ഡിഫറൻസ് വരുന്നുണ്ട്, ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ദെൻ കോംപ്ലക്സ് ഫോർമേഷൻ ഉണ്ടാകുന്നതിലും ഡിഫറെന്റ് ആണ് വരുന്നത്. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസും ഡിഫറൻസ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം.